ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇതിലെ ഫോട്ടോയിൽ കാണാൻ നല്ല കളർഫുള്ളായിട്ട് സൂപ്പറായിട്ടില്ലേ? അതുപോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയൊരു സ്പെഷ്യലാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അപ്പം ഞാൻ തന്നെ ഇട്ടൊരു പേരാണ് സ്വീറ്റ് ബോൾസ് എന്ന്. ഇത് സാധാരണ പത്തിരിപ്പൊടിനെ കൊണ്ട് ഉണ്ടാക്കിയത്. ആ ഫുഡ് കളർ അടക്കിയിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെക്കുക, എന്നിട്ട് വേവിച്ചെടുക്കാം. ഇതില്ല ഇപ്പം മാറ്റി വെക്കുന്ന ലീവ്സില്ലേ, അത് നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ആടാക്കൂലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു മണം പിടിച്ചിട്ട് നല്ലൊരു തിന്നാനാകുമ്പോൾ നല്ലൊരു ടേസ്റ്റിയും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു ബോൾസെല്ലാം നല്ലോണം വെന്തിന്. ഇപ്പം തന്നെ ഇത് കാണാൻ നല്ലൊരു ഭംഗിയില്ലേ, നല്ലൊരു കളർഫുള്ളായിട്ട്. എന്നിട്ട് ആ ബോൾസെല്ലാം നമുക്ക് ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തിലോട്ടിടാൻ. ഈ ബോൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ, നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. എന്നിട്ടില്ലേ ഈ ബോൾസിൽ ഈ പണ്ടം നല്ലോണം പിടിക്കുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ നമ്മളെ ഈ ഒരു സ്വീറ്റ് ബോൾസ് ഡിഷില്ലേ ഇവിടെ റെഡിയായിനി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിക്കാം. ഈ ഡിഷിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നല്ലൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് നമുക്കിത് കഴിക്കാം. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് സൂപ്പറായിട്ടില്ലേ, കളർഫുള്ളായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ മറക്കാണ്ട് ലൈക്കും കമൻറ്റും